LGBT കമ്മ്യൂണിറ്റിന്ന് കേട്ടിട്ടുണ്ടോ? സോ ആ കമ്മ്യൂണിറ്റിയോടുള്ള ഒപ്പീനിയൻ എന്താണ്? കമ്മ്യൂണിറ്റിയോട് ലൈക്ക് അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ അതിനകത്ത് ലൈക്ക് പ്രത്യേകിച്ച് വേറെ ഒപ്പീനിയൻ ഒന്നുമില്ല. ഓരോരുത്തർ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന അവരുടെ രീതിയിലാണ്. സോ ഒരാൾക്ക് ആ സെയിം ജെൻഡറിന് ഇഷ്ടമാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഓക്കെ. സോ ഇതിനെ എതിർക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. സോ അതിനെ എതിർക്കുന്ന ആൾക്കാരോടുള്ള അഭിപ്രായം ഇപ്പം എന്തായിരിക്കും? എതിർക്കുന്നവരോടുള്ള അഭിപ്രായം അതും ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ. എന്നുവെച്ചാൽ ഇപ്പം പലരും ചിന്തിക്കുന്ന രീതി അതിപ്പം റിലീജിയൻ ബേസിസിലാണെങ്കിലും അല്ലാതെ അവരിപ്പം എന്താ പറയുന്നത് ഇങ്ങനെ അവർ സെയിം ജെൻഡറാ അങ്ങനെയാണ്, അപ്പം ഇവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ലൈക്ക് സാധാരണ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു രീതി ഡിഫറെൻ്റ് ആണ്. ജെൻഡർ ലൈക്ക് ടു ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് ഗെറ്റ് അട്രാക്റ്റഡ്. ബട്ട് ഇത് സ്വാഭാവികമായിട്ട് കാണുമ്പം മിക്കവരും ഇതിനെ എതിർക്കും. ലൈക്ക് അങ്ങനെ അപ്പം അഭിപ്രായം എന്ന് വെച്ചാൽ അത് എതിർക്കാനുള്ള അവരുടെ ഇഷ്ടം, ഇവർ ചെയ്യാനുള്ള അവരുടെ ഇഷ്ടം. സോ അക്സെപ്റ്റ് ചെയ്യാണോ എതിർക്കുകയാണോ ചെയ്യുന്നത്? ഇൻ യുവർ ഒപ്പീനിയൻ? ഐ അക്സെപ്റ്റ് ബിക്കോസ് അവരുടെ ഇൻട്രസ്റ്റ്. സോ അവരവരുടെ ലോകത്ത് ജീവിക്കുന്നത് ഇങ്ങനെ ജീവിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും കുറേ നാൾക്ക് മുന്നേ ഇങ്ങനൊരു കാര്യം ഇല്ലായിരുന്നു, ബട്ട് ഇന്ന് ഇങ്ങനൊരു കാര്യമുണ്ട്? എന്തായിരിക്കാം അതിന് ഈ വന്ന ചേഞ്ചസിനൊക്കെ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി വായിക്കുകയോ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെ നിന്നാണ് കിട്ടാറുള്ളത്? എന്താ മനസ്സിലാക്കിയിട്ടുള്ള അവരെ പറ്റിയിട്ട്? അവരെ പറ്റി മനസ്സിലാക്കുന്ന എനിക്കങ്ങനെ കമ്മ്യൂണിറ്റി ഇങ്ങനെയൊന്നും വായിച്ചില്ല. പക്ഷെ ഞാൻ പ്രോബബ്ലി സോഷ്യൽ മീഡിയാസിലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതിനകത്ത് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഓരോ എന്നുവെച്ചാൽ ഇപ്പം ഓരോ ഫുട്ബോൾ ക്ലബ്ബായിരുന്നു അല്ല പല കമ്പനീസിനാണെങ്കിലും അവർ ഇങ്ങനെ LGBT കമ്മ്യൂണിറ്റിയെ ഇത് ചെയ്ത് അവർ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെ ടോട്ടൽ ഒരു കാര്യം അറിയുന്നത്. അതിനകത്ത് എതിർക്കുന്ന കാര്യമാണെങ്കിലും എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഞാൻ നോർമലി ഇൻസ്റ്റാഗ്രാം വഴി നോക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വഴി നോക്കുമ്പോഴാണ് കാണാറുള്ളത്. സോ സപ്പോസ് സിബ്ലിംഗ് ഉണ്ടെങ്കിൽ, സപ്പോസ് യുവർ സിബ്ലിംഗ് ഇസ് എ മൈനോറിറ്റി, സെക്ഷൽ മൈനോറിറ്റിയിൽ പെട്ട ഒരാളാണെന്ന് വിചാരിക്കുക, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ തന്നെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുക, വിൽ യു സപ്പോർട്ട് ഹിം ഓർ ഹെർ? അതായത് ഒരു ക്ലോസ് സർക്കിളിലോ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം അവരുമായിട്ട് ഇടപെടാൻ പറ്റുമായിരിക്കും? അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം എൻ്റെ അനിയത്തിയാണെങ്കിലും അത് എൻ്റെ പാരൻസിന് ചിലപ്പോൾ അത്ര ടേസ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ബട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ അവരുടെ ഇഷ്ടം അങ്ങനെ ഒരു രീതി നടക്കട്ടെ എന്നുള്ള രീതിയിൽ. എന്നാലും ഈ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യണമല്ലോ സൊസൈറ്റിയോടെ. അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു കുഴപ്പം കാണില്ല. പക്ഷെ എന്നാലും ഉള്ളുകൊണ്ട് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അവരെ? ഐ വുഡ് അക്സെപ്റ്റ്. മീൻസ് പുറമേ നിന്നല്ലാതെ ചുറ്റുമുള്ള എത്രത്തോളം കംപ്ലീറ്റ്ലി അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും?